ഹലോ ഗായ്സ്, ഞങ്ങളങ്ങനെ 12ാമത്തെ ദിവസമായി കഴിച്ചു. ഞങ്ങൾ ലഡാക്ക് പോകുന്നതിൻ്റെ ആദ്യത്തെ കടമ്പയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീനഗർ എനിക്ക് 470 കിലോമീറ്റർ കവർ ചെയ്യണം. 9 മണിക്കൂറാണ് കാണിക്കുന്നത്. എത്തുമെന്ന് വിചാരിക്കുന്നു. എത്തിക്കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത അടുത്ത ഒരാളെ പറയടാ മോനെ, പേര് പറ. ആര്? ഹിസാൻ. ചിസ്വാൻ നൂഡിൽസ് ചുമ്മാണ്. ഓക്കെ, എന്താട്ടോ അവൻ പഴയ നമ്മുടെ ഇമ്പൾസുമായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പൊ അടുത്തത് ഇല്ല, ഇർഫാനാണ്. നമ്മുടെ ഇർഫാൻ വീണ്ടും നമ്മുടെ അടുത്ത ദിവസം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടാ. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ സെറ്റ് ആക്കി തരാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. അയ്യോ, എവിടേക്കാണ് നമുക്ക്? ശ്രീനഗർ 9 മണിക്കൂർ 9 മിനിറ്റ് 420 കിലോമീറ്റർ. ലെറ്റ്സ് സ്റ്റാർട്ട്. आउट होता है. चले चले चल. യോ ഗായ്സ്, അപ്പോൾ നമ്മൾ യാത്ര ഏകദേശം ഒരു 1.5 മണിക്കൂറായി. നമ്മൾ നേരെ ശ്രീനഗറിലോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ലഡാക്ക് ട്രിപ്പിൻ്റെ ലഡാക്ക് കയറേണ്ട ഏകദേശം ഡേ ആയി. ഇപ്പം നാളെ നമ്മൾ ലഡാക്ക് കയറും. അതിൻ്റെ ഒരു നല്ലൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. നല്ല തണുപ്പും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. എല്ലാവരും കാത്തിരിക്കുക. ഫുഡ് കഴിച്ചിട്ടില്ല, നമുക്ക് ഫുഡ് എവിടെയെങ്കിലും കഴിക്കണം. കുറച്ചുകൂടെ സമയം ഇവിടെ. ഇപ്പോൾ ഒരു 8:30 ആയാലും ഒരു 9:30 ആ ഒരു സമയത്താണ് നമുക്ക് ഫുഡ് കഴിക്കാൻ വെച്ചിരിക്കുന്നത്. പിന്നെ ആകെ ഒറ്റ ഒരു പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്നോഫോൾ ഉള്ളത് കാരണം നമ്മുടെ ലഡാക്ക് എൻട്രി ഗേറ്റോ ഇല്ലയത് മാത്രം ഒരു ഡൗട്ടാണ്. ആ ഒരു ഡൗട്ട് മാത്രമേ നമുക്കിപ്പോൾ ഉള്ളൂ. പക്ഷെ എന്തെങ്കിലും ചെയ്തിട്ടോ കുറുക്ക് വഴിയിലൂടെ കാല് പിടിച്ചിട്ടോ എങ്ങനെയും ലഡാക്ക് കയറുന്നില്ലേ ഇപ്പം മനസ്സിലുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ ശ്രീനഗറിലോട്ടാണ് പോകുന്നത്. അടിപൊളി, നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല വെയിലുണ്ടെങ്കിലും ഫുള്ള് മഞ്ഞാണ്. നല്ല തണുപ്പും ഉണ്ട്. ഇതൊക്കെയാണ് മറ്റേ ഇങ്ങനത്തെ ക്ലൈമറ്റ് നമുക്ക് കേരളത്തിൽ കിട്ടിയിരുന്നെങ്കിൽ ഉണ്ട്. മറ്റേ കേരളത്തിൽ തണുപ്പുണ്ട്, ഇല്ലയെന്നല്ല. പക്ഷേ ഈ തണുപ്പ് വേറൊരു ഫീലാണ്. അതായത് സൂര്യനോടൊപ്പം കിട്ടുന്ന ഒരു തണുപ്പില്ലേ, ഉച്ചയ്ക്കും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാപ്പോഴും ഒരു തണുപ്പ് കിട്ടും. അത് പക്ഷെ നമ്മുടെ കേരളത്തിലില്ല. അങ്ങനത്തെ ഒരു തണുപ്പ്. ഇതൊരു വേറൊരു ഫീലാണ്. അപ്പോൾ നമ്മൾ നേരെ ശ്രീനഗറിലോട്ട് ക്രൂസ് ചെയ്യാണ്. ഇത് നമുക്ക് 5 പേരുണ്ട് കേട്ടോ. രാവിലെ നമ്മൾ പരിചയപ്പെടുത്തുന്നില്ലേ, നമ്മുടെ ഇർഫാൻ്റെ ഫ്രണ്ടാണത്. ഇമ്പൾസാണ് ചെക്കാൻ വരുന്നത്. പോളി സാധനം. കേരളത്തിലുള്ളവർക്ക് ഇമ്പൾസ് അറിയാമായിരിക്കും, പക്ഷേ ഇവിടെ ഉള്ളവർക്ക് ഇമ്പൾസ് അറിയില്ല. നമ്മുടെ കാവസാക്കിയുടെ ZNX പോലെ ഉണ്ട് അത്. എക്സാക്ട്ലി അതുപോലെ തന്നെ ഉണ്ട്. സോ ഇനി എങ്ങനെയും എവിടെയെങ്കിലും നിർത്തിയിട്ട് ഒന്ന് ഫുഡ് കഴിക്കണം. വയറ് നല്ല തട്ടത്ത് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് വിശക്കണേ എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ പറ്റുമോ നോക്കാം. ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് റൈഡിങ് തുടരാം.
അപ്പോൾ നമ്മളപ്പോൾ ജമ്മു എത്താറായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വീഡിയോ ലെങ്ത് കൂട്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ സീരിയസ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ ഒരേപോലത്തെ വിഷ്വൽസ് കാണിച്ച് നിങ്ങൾ ബോറാവുമോന്ന് ഒരു പേടിയില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റത്തെ വീഡിയോ ഒക്കെ കുറച്ച് ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിലുള്ള ഇത് ചെയ്തത്. പക്ഷേ എനിക്ക് കുറേ റെസ്പോണ്ട് വന്നത് ലെങ്ത് കൂട്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു. സോ വളരെ നന്ദി കേട്ടോ. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാണണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണല്ലോ നമ്മൾ വീഡിയോ ലെങ്ത് കൂട്ടാൻ പറയുന്നത്. സോ വളരെ നന്ദി. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് ഇങ്ങനെ കമൻ്റായിട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുക കേട്ടോ. നമ്മൾ ഒരുപാട് ഇപ്പോൾ ബിഗിനർ ആയതുകൊണ്ട് തന്നെ എനിക്കറിയാം കുറേ പരിമിതികളുണ്ട്, കുറേ എന്താ പറയുക ഇമ്പ്രൂവ് ആവാനുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ടിപ്സ് ഞാൻ എന്താ പറയുക നിങ്ങളെല്ലാം ടിപ്സ് എന്താ റോഡില്ല നിങ്ങളെല്ലാം ടിപ്സ് എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ തരുന്ന ഓരോരോ ചെറിയ ടിപ്സുകൾ ഞാൻ എല്ലാ വീഡിയോയിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കണ്ടിന്യൂസ്ലി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് വീഡിയോ ഇമ്പ്രൂവ് ആയി ഒരു നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് ഞാൻ എത്തിക്കും. പക്ഷേ കാഴ്ചയ്ക്ക് നമുക്ക് യാതൊരു കോംപ്രമൈസിങ് നമ്മൾ തരുന്നില്ല. എല്ലാ കാഴ്ചകളും എന്നെ കൊണ്ട് അറിയുന്ന രീതിയിൽ ഞാൻ പകർത്തി എടുക്കുന്നുണ്ട്. സോ നിങ്ങൾ വീഡിയോകൾ കാണുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് ഇടുക. നല്ലതാണേലും ചീത്തയാണേലും ഇനി ഇമ്പ്രൂവ് ആവാനുള്ളത് നിങ്ങൾ പറയാം, ധൈര്യത്തോടെ പറയാം. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം. സോ കാഴ്ചകൾ നമുക്ക് കാണാം. കൂടുതൽ നമ്മൾ ഒത്തുചേർന്ന് അങ്ങ് വീഡിയോനെ എന്താ പറയുക നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യിക്കണം, നമ്മുടെ വീഡിയോസിൻ്റെ ക്വാളിറ്റി കൂട്ടണം. എനിക്ക് ക്വാളിറ്റി കൂട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതാണ് ഇല്ലാത്ത കാശ് മുടക്കിയിട്ട് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ള X5ഉം ഇപ്പോൾ ക്യാമറ മൗണ്ട് ആയിട്ടുള്ളത്. ഇപ്പോൾ 360 ആണെങ്കിൽ X5 ആണ് ക്യാമറയിലിരിക്കുന്നത്. കുറച്ച് പേര് എന്നോട് ചോദിച്ചു ഏതാ ക്യാമറ എന്നൊക്കെ ചോദിച്ചായിരുന്നു. സോ ഞാൻ നേരത്തെ ആക്ഷൻ 2 ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിനകത്ത് ക്വാളിറ്റി ഉണ്ട്, ഇല്ലയെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ കുറച്ചുകൂടെ ക്വാളിറ്റി നമ്മൾ ലഡാക്ക് പോലത്തെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്വാളിറ്റി അനിവാര്യമാണെന്നുള്ളത്. അതായത് ക്വാളിറ്റി വേണം. ആ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ലേറ്റസ്റ്റ് മോഡൽസ് ആയ എല്ലാം ആക്ഷൻ ക്യാമറ ആയാലും 360 ക്യാമറ ആയാലും ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള X5ഉം അതായത് നമ്മുടെ വീഡിയോകൾക്ക് ക്വാളിറ്റി വേണം. നിങ്ങളെ കാണിക്കാൻ എനിക്ക് ക്വാളിറ്റി ആയിട്ടുള്ള ഫുട്ടേജ് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇല്ലാത്ത കാഴ്ച കടം വാങ്ങിയിട്ടാണേലും ഇല്ലാത്ത കാഴ്ച കൊടുത്ത് നമ്മൾ ലേറ്റസ്റ്റ്. എൻ്റെ മോനെ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ലേ? അയ്യോ ഗായ്സ്, എന്താ ഞാൻ പറയേണ്ടത്? അത് ആ മല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എനിക്കറിയില്ല. പക്ഷേ അയ്യോ മാറ് രണ്ടും ഒന്ന് മാറ് ഏടോ. അയ്യോ അത് ആ അറ്റത്ത് കിടക്കണം. ഞാൻ സൂം ചെയ്ത് നോക്കാൻ കേട്ടോ, എനിക്കറിയില്ല. പക്ഷെ എനിക്ക് കണ്ടു. ഞാൻ ആ എനിക്ക് യാതൊരു അറിവുമില്ലായിരുന്നു ഞാൻ ഇനി ടേണിങ് കഴിഞ്ഞിട്ട് നമുക്ക് ആ മല കാണാൻ പറ്റുമെന്ന്. മലയല്ല, ഹിമാലയാണെന്ന് തോന്നുന്നത്. എൻ്റെ മോനെയോ അടിപൊളി. അയ്യോ എനിക്ക് നോക്കട്ടേക്കാ കാണട്ടെ എവിടെ? അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ആ മഞ്ഞുമല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഹിമാലയല്ലേ അത്? എന്തോ ഒന്ന് എനിക്കറിയാൻ പാടില്ല. നമ്മള് ഹിമാലയം തന്നെ. ഞാനിപ്പോ എന്താ പറയാ? ഇത്രയോ എന്റെ കണ്ണീന്നൊക്കെ വെള്ളം വരുന്നു. നമ്മളില്ലാത്ത കാശ് മുടക്കി
മേടിച്ചതിന് ഇതൊക്കെയാണ് കാര്യം ഉപകാരം. ആ പൊളി മോനെ കുട്ടാ, ഞങ്ങള് വരുന്നടാ, ഞങ്ങള് വരുന്നു. ഞാൻ സത്യം പറയട്ടെ, ഇത് ഞാൻ ബ്ലോഗ് ചെയ്ത് വന്ന് ലാസ്റ്റ് അവന്മാര് നിർത്തിയെന്ന് തോന്നുന്നു. വണ്ടി നിർത്തിയോ, ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയാന്ന് തോന്നുന്നു. കഴിച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത്രയും സന്തോഷം തോന്നിയ ഒരു നിമിഷം വേറെ ഉണ്ടായിട്ടില്ല. സത്യത്തിൽ എനിക്ക് ഒരു അറിവുണ്ടായിരുന്നില്ല നമുക്കത് കാണാൻ പറ്റുമെന്ന്. ഞാനിങ്ങനെ നിങ്ങളോട് സംസാരിച്ചു വരുന്ന കൂട്ടത്തിൽ അങ്ങനെ സംസാരിച്ചു വന്നാണ്. അതിന്റെ അപ്പുറത്താണ് മല, എനിക്ക് ഇവിടെ നിന്ന് കാണുന്നുണ്ട്. അയ്യോ, ഹിമാലയ സാനുക്കൾ, മഞ്ഞുമല. ഇത് ഈ ഫീല് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് കേട്ടോ. സത്യമായിട്ട് കണ്ണീന്ന് വെള്ളം വന്നു. പിള്ളേര് എന്ത് അവിടെ ഡൊമിനാർ അവിടെ. നമ്മുടെ ഉണ്ണിക്കുട്ടനോട് ചോദിക്കാം. മോനെ നമ്മളെ രാഹുൽ മോൻ ഇവിടെ ഉണ്ട്. രാഹുൽ മോൻ രാവിലെ മല കണ്ടപ്പോ എങ്ങനെ തോന്നി? എന്ത് തോന്നി? ഭയങ്കര സംഭവമായിട്ട് തോന്നുന്നത്. നമ്മൾ ഇത്രയും ദിവസം കഷ്ടപ്പെട്ടതിന്റെ ഒരു വാല്യൂ ഇവിടെ എത്തുമ്പോ മനസ്സിലാവുന്നുണ്ട്. ഇങ്ങോട്ട് വാ, നമ്മുടെ ഇതിലേക്ക് വാ, ഫാമിലിക്ക് വാ. ചെറിയൊരു വിഷമമുണ്ട്. നീ തന്നെ പറ. നല്ലൊരു സന്തോഷമുണ്ട്, അതിനെ വെച്ചിട്ട് നല്ല വിഷമമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മനയില് മുഴുവൻ മഞ്ഞ. അവിടെ എത്തി കയറാൻ പറ്റിയ മാത്രമേ നമുക്ക് കൂടുതൽ സന്തോഷിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ കണ്ടതിന്റെ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു. എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും കാല് പിടിച്ചിട്ടാണെങ്കിലും അതിൽ കയറണം എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് ഇപ്പൊ എല്ലാവർക്കും ഉള്ളത്. പിള്ളേരെല്ലാം അവിടെ നിൽക്കുന്നുണ്ട്. നമ്മള് കുറച്ച് ലേറ്റ് ആയി പോയി എന്നാണ് ഞങ്ങൾക്ക് ഇപ്പൊ തോന്നിയത്. കാരണം കുറച്ചും കൂടി നിങ്ങളൊക്കെ ആർക്കെങ്കിലും വരികയാണെങ്കിൽ ഒരു മാസം മുന്നേ എങ്കിലും മാക്സിമം എത്താൻ. അതെ, സെപ്റ്റംബർ മാസത്തിലെങ്കിലും മാക്സിമം എത്താൻ. അതെ, മഞ്ഞത്തോളം. പക്ഷെ ഞാൻ അതല്ലടാ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മഞ്ഞ് ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിക്കുള്ള മഞ്ഞുണ്ടാവില്ല. അല്ല, അപ്പൊ നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ, മറ്റേ മഞ്ഞത്ത് കിടക്കുന്നതും. ഈ ഒരു കാലാവസ്ഥയിൽ പോകാൻ പറ്റത്തുള്ളൂ. നമുക്ക് നല്ലോണം മഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒക്ടോബർ ടു ഡിസംബർ മാസത്തിൽ പോകണം. ഒക്ടോബർ അല്ലേ ഇത്? ഒക്ടോബർ ടു ഡിസംബർ മാസത്തിൽ പോയാലേ നമുക്ക് നിറയെ മഞ്ഞൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഒക്ടോബർ നീ വരണ്ടെന്നും പറയുന്നു. ഒക്ടോബറിൽ പോയാലേ മഞ്ഞ് കാണാനും പറ്റുന്നുള്ളൂ. നമുക്ക് ബൈക്കും കൊണ്ട് വരുന്ന കാര്യം പറഞ്ഞ് കയറ്റി വിടാനും കയറി പോകാനും ഭയങ്കര ബുദ്ധിമുട്ട്. ബൈക്കിലല്ലാതെ കയറി പോകാൻ പറ്റും. ലോക്കൽ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കയറി പോവാം. ലോക്കൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോകുന്ന പറയുന്നത് പറ്റുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ഇനിയിപ്പോ ഇൻ കേസ് നമുക്ക് ബൈക്കിൽ കയറ്റിയില്ലെങ്കിൽ 99% നമ്മള് അതന്നെ 99% നമ്മള് ബൈക്കിൽ തന്നെ പോകാൻ ശ്രമിക്കും. ഇൻ കേസ് കയറ്റി വിട്ടില്ലെങ്കിൽ നമുക്ക് ലൈക്ക് എങ്ങനെയെങ്കിലും നമ്മളെങ്കിലും കയറി പോവാം. ബൈക്ക് നമുക്ക് താഴെ നിർത്തിയിട്ട് പോകാൻ പറ്റുമോ നോക്കാം. പിന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഞങ്ങളുടെ ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ വണ്ടി അവിടെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ കയറിയിട്ട് ബൈക്കിനോട് ചേർത്ത് ഒരു ഫോട്ടോ എടുക്കുക. ഞങ്ങൾ എല്ലാവരും ഒരു ഫോട്ടോ എടുക്കുക. അതാണ് നമ്മുടെ ഏറ്റവും അതിപ്പോ ഏത് റൈഡറിന്റെ ഒരു ആഗ്രഹമാണ്. സോ അല്ലേ? അയ്യോ എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ, അത്ര എക്സൈറ്റഡ് ആണ്. ഇതെല്ലാം എന്താ ഞാൻ പറയേണ്ടത്? കാണുന്നുണ്ടോ ഇത്? ഇത് ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെന്ന് അയ്യോ, ഞാൻ എന്തൊക്കെയോ വിളിച്ചറിയുന്നുണ്ടല്ലോ എന്റെ മോനെ. ഇത് കാണാതെ നിങ്ങൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് പോലും നിങ്ങളോട് പുറത്തില്ലേ, ഉറപ്പാണ്. ആ നിൽക്കുന്ന അത് കണ്ടോ? നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ഇവിടെ എല്ലാം ഇതുണ്ട്. പൊളി എങ്ങനെയും കയറാൻ പറ്റണേന്നാണ്. എങ്ങനെയും നമ്മളെ കയറ്റി വിടണേ.
കയറ്റി വിടണേ. ഇതാണ് പ്രാർത്ഥന. അപ്പോൾ നമ്മള് ഫ്ലൈറ്റ് ജമ്മു കയറി, പഞ്ചാബ് കഴിഞ്ഞ് ജമ്മു കയറിയിരിക്കുകയാണ്. പൊളി. ജമ്മു പഴയ ജമ്മു അല്ലാന്ന്. അതിന് നീ മുന്നേ ജമ്മു കണ്ടിട്ടുണ്ടോ ചോദിച്ചാൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഫീല് വേറെ. അയ്യോ സത്യം പറയട്ടെ കാര്യം, എനിക്ക് എന്താ പറയണ്ടതെന്നൊന്നും അറിയുന്നില്ല. അത്രയും എക്സൈറ്റഡ് ആയിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. പിന്നെ ബോർഡർ കഴിഞ്ഞതും നെറ്റ് കട്ടായി കേട്ടോ. നമ്മുടെ ഇതെല്ലാം കട്ടായി, പ്രീപെയ്ഡ് സിമ്മുകളെല്ലാം കട്ടായി. ഇവിടെ എയർടെലിൻ്റെ പോസ്റ്റ് പെയ്ഡ് സിമ്മ് മാത്രമേ വർക്കാവുള്ളൂ. സോ അത് അറിഞ്ഞുകൊണ്ട് മാത്രം വരിക. ഇവിടെ എല്ലാവരും സിമ്മ് വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് സിമ്മ് ഇവിടെ വന്നിട്ട് ട്രാവൽ ടൂറിസ്റ്റ് ഇതുണ്ട്, എന്തോ അതിൻ്റെ പേര്, ടൂറിസ്റ്റ് സിമ്മുണ്ട്. 3 മാസത്തേക്ക് എങ്ങാണ്ടാണ് അത്. 800 രൂപ എത്രയേ ഉള്ളൂ. അതെടുത്താൽ മതി. അതെടുത്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് നെറ്റും കിട്ടും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതങ്ങനെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഹെഡിങ് ടു ശ്രീനഗറാണ്. ഇനി നമുക്കൊരു മാപ്പൊന്നും ഇല്ല. ഞാൻ സിം എടുത്തിട്ടില്ല, സോ മാപ്പൊന്നുമില്ല. ഇത് നെറ്റ് കട്ടായതോടുകൂടി മാപ്പ് പോയി. സിമ്മ് കട്ടായതുകൊണ്ട് തന്നെ പുതിയ സിമ്മിനും ഫുഡ് കഴിക്കാനും വേണ്ടി ഒരു ഹോട്ടലിന്റെ ഫ്രണ്ടിൽ നിർത്തി. അടുത്ത് തന്നെ ഒരു സിമ്മിന്റെ കടയുണ്ടായിരുന്നു. അതിൽ നിന്നൊരു സിമ്മും ഫുഡും കഴിച്ചിട്ടാണ് പിന്നെ റൈഡ് തുടങ്ങുന്നത് കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ പുതിയൊരു സിം എടുത്തു കേട്ടോ. എയർടെലിൻ്റെ സിം എടുത്തു. ഫുഡും കഴിച്ചു. എന്നിട്ട് നമുക്ക് നേരെ എത്രയുണ്ട്, ജമ്മു 39, ശ്രീനഗർ. അയ്യോ ശ്രീനഗർ എത്രയായിരുന്നു ഞാൻ വായിക്കാം. റോഡ് കുറച്ച് മോശം കേട്ടോ. അവിടുന്ന് ഫുഡ് കഴിച്ചു, സിം എടുത്തു. ഇനി എന്താ പണി പറയാം? ഇനി ഒന്നുമില്ല. ഇനി നേരെ ശ്രീനഗർ പോവാം, അവിടെ കറങ്ങാം, എന്നിട്ട് നേരെ ലഡാക്ക്. ഇതാണ് ഇപ്പോഴത്തെ പ്ലാൻ. സോ ഗായ്സ്, എൻ്റെ കൂടെ നിങ്ങളും നമ്മുടെ ലഡാക്ക് ട്രിപ്പ് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താ ലാൻഡ് സ്ലൈഡ് കേട്ടോ, ഇതെല്ലാം അവിടെ ഉണ്ട്. ചെറിയൊരു വെള്ളച്ചാട്ടം ഞാൻ കണ്ട പോലെ തോന്നി. വെള്ളമോ ഒഴുകുന്നുണ്ട് ഇല്ലേ, അടിപൊളി. ഈ കാഴ്ചയൊന്നും കാണാതെ നമ്മൾ വെറുതെ ചുമ്മാ അവിടെ കിടന്ന് വട്ടം കറങ്ങി ഇരുന്ന് ഒരു കാര്യമില്ല. മക്കളെ വേഗം ഉള്ള കാശ് പെട്ടിയിലിടുക, കയറുക, ബാക്കിയെല്ലാം അങ്ങോട്ട് നടക്കും. അതെനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഇപ്പം ഞാൻ എന്താ പറയാ, ഇത് നിങ്ങൾ കാണുന്നില്ലേ? അതാ ഞാൻ പറയുന്നത്. നമുക്ക് ദാരിദ്ര്യവും മറ്റേ പ്രാരാബ്ദവും ഒക്കെ കഴിഞ്ഞിട്ട് ട്രിപ്പ് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുകയുള്ളൂ. എന്നിട്ട് ലാസ്റ്റ് ചത്തും പോവും. അല്ലേ? ഉള്ള കാശ് കൊണ്ട് ഉള്ള കാശ് പെട്ടിയിലിടുക, വരിക, വേറെ ഒന്നും നോക്കണ്ട. ഇതൊന്നും കാണാതെ അങ്ങോട്ട് പോയിട്ട് പൃഥ്വിരാജ് പറഞ്ഞ പോലെയാണ്, ഇതൊന്നും കാണാതെ അങ്ങോട്ട് പോയാൽ പുള്ളിക്കാരൻ ചോദിക്കും നീ എന്തുകൂടെ കണ്ടേ, അന്ന് എനിക്ക് ഉത്തരവൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്താ മോനെ, ശരിയാ, റിസ്ക് ഇല്ല എന്നല്ല, പക്ഷെ ഇത് ക്യാമറയിൽ എത്ര നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കിപ്പോൾ എന്താ പറയുക, ഇവിടെയൊക്കെ അപ്പപ്പോൾ എന്താ പറയുക, ആൾക്കാർ വരും കേട്ടോ. അപ്പപ്പോൾ ഇത് ക്ലിയർ ചെയ്ത് നമുക്ക് ഒരുവിധം, അതായത് ഐസൊലേറ്റ് ആവാതെ ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നുണ്ട്. അതിപ്പോൾ ഏത് ഗവൺമെൻറ്റാണ്, ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിൽ ശരി, സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിൽ ശരി. അതെല്ലാം ഇപ്പോൾ ലാൻഡ് സ്ലൈഡ് എല്ലാവിടെയും, വരുന്ന വഴിക്ക് എല്ലാവിടെയും ലാൻഡ് സ്ലൈഡ് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ 2 ദിവസം മുന്നേ ആണ് നടന്നതെങ്കിൽ 2 ദിവസത്തിനുള്ളിലൊക്കെ, ഏകദേശം ഒരു 2-3 ദിവസത്തിനുള്ളിലെല്ലാം റോഡ് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്കി തരുന്നുണ്ട്. പിന്നെ അവിടെ റോഡ് പണി നടക്കുന്നുണ്ട്. ഇതെന്തത്, ഇതിൻ്റെ കേട്ടയിൽപ്പെട്ടാൽ പിന്നെ തീർന്നു, അത് വേറെ കാര്യം. പിന്നെ ആലോചിക്കാനൊന്നും ബാക്കി ഉണ്ടാവില്ല.
പക്ഷെ നമ്മൾ റിസ്ക് എടുത്താലേ എന്താ പറയാ നമുക്ക് ഹാപ്പി ആയി ഇരിക്കാൻ പറ്റുന്ന ഒരു റിസ്ക് ഒക്കെയാണത്. ഇത് കാരണം എന്തായാലും എപ്പോഴായാലും എന്തെങ്കിലും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ സംഭവിക്കും. അപ്പോൾ അങ്ങനെ മടിച്ചു നിന്ന്. അപ്പോൾ ഇവിടെയൊക്കെ ജനങ്ങൾ ജീവിക്കുന്നത് എങ്ങനെയാണ്? അയ്യോ ഇവിടെ വന്നാൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും, അയ്യോ ഇവിടെ വന്നു കഴിഞ്ഞാൽ മറ്റേ വെള്ളപ്പൊക്കം ഉണ്ടാവും, അയ്യോ ഇവിടെ വന്നു കഴിഞ്ഞാൽ മഞ്ഞ് ഒഴിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊക്കെ കണ്ട് ഭയങ്കര മറ്റേ എന്താ ഭീകരാന്തരീക്ഷം തന്നെയാണ്, അല്ലാന്നല്ല. പക്ഷെ ആ അന്തരീക്ഷത്തിൻ്റെ ഒരു എൻഡിൽ നമുക്കൊരു ഹാപ്പിനെസ് ഇല്ല. ആ ഹാപ്പിനെസ്സിന് വേണ്ടി ഈ റിസ്ക് എടുക്കുന്നതിൽ യാതൊരു തെറ്റില്ലെന്ന് ഞാൻ പറയുള്ളൂ. നോക്ക് മോനെ, എന്താ ഇത് കാണുന്നുണ്ടോ? നമ്മളങ്ങനെ ശ്രീനഗറിലുള്ള മറ്റേ ഹില്ല് കയറാൻ തുടങ്ങി കേട്ടോ. ഒരു 4-5 ആ താണൊക്കെ കാണില്ലേ? എന്താ അത്? ഞാൻ ഇടയ്ക്ക് വെച്ച് മണ്ണിടിഞ്ഞിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ അത്യാവശ്യം ട്രാഫിക് ക്ലിയർ ആവുന്ന വരെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല. ഇത് നോക്ക് വലിയ വലിയ കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട് കേട്ടോ. ജമ്മു കാശ്മീർ ഒരു 10 വർഷം കൂടെ കഴിഞ്ഞാൽ നമുക്ക്, അതായത് നോർമലി ജമ്മു കാശ്മീരും ലഡാക്കും കുറച്ചും കൂടെ ഡെവലപ്പായി വരാനുള്ളതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി, അതായത് നോർമൽ പ്ലേസിൽ വിസിറ്റ് ചെയ്യുന്ന പോലെ വന്ന് വിസിറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന പ്ലേസാണ്. അങ്ങനെ ആവണം. ഇത്രയും കഷ്ടപ്പാടുകളൊന്നും പാടില്ല. അതായത് വണ്ടി കൊണ്ട് വരുന്നവർക്ക് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ലൈക്ക് മണ്ണിടിയൽ, റോഡില്ലായ്മ, അങ്ങനത്തെ ഉള്ള പരിപാടി അതൊക്കെ അങ്ങ് പോയി കിട്ടിയിട്ട് പ്രോപ്പറായിട്ട് ഇതുപോലെ റോഡൊക്കെ ഉള്ള ഒരു സ്ഥലം കിട്ടുക സൂപ്പറായിരിക്കും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതിപ്പോൾ നമ്മൾ പോകുമ്പോൾ റോഡുണ്ട്, പക്ഷെ മറ്റേ മണ്ണിടിച്ചിലും മഴയൊക്കെ കാരണമാണ് റോഡ് പോകുന്നത്. പക്ഷെ എന്നാലും ഒന്നുകൂടെ ചിന്തിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ റോഡ്സ്, ഇതുപോലത്തെ റോഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി എളുപ്പത്തിൽ വന്ന്, അതായത് സ്പോട്ടുകളിലേക്കല്ല ഞാൻ പറയുന്നത്, പോകുന്ന റൂട്ടുകൾ ആ ഇതിലേക്കൊക്കെ അത്യാവശ്യം ഇതുപോലത്തെ നല്ല റോഡുകൾ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായേനെ. ഇതിപ്പോൾ എന്താ അവസ്ഥ എന്നറിയോ? ഇതിപ്പോൾ ഒരു മഴ പെയ്ത് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുഴ താണ്ടണം. റോഡുള്ളിടത്ത് പുഴയായിരിക്കും, ആ പുഴയിലൂടെ വേണം നമ്മൾ വണ്ടി ഓടിച്ച് പോകാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷൻ അല്ലാത്ത രീതിയിലാണ് കിട്ടുന്നതെങ്കിൽ ഇനിയും കളർഫുൾ ആയാലും. പക്ഷേ അങ്ങനെ ആ പുഴയിലൂടെ പോകുന്നതാണ് ലഡാക്കിൻ്റെ സൗന്ദര്യം. എനിക്ക് ചെറുതായിട്ട് മൂക്കും തലയും വേനിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെ കയറുമ്പോൾ എല്ലാവർക്കും ഉള്ളതാണ്. ഗ്രാജുവലി നമ്മൾ മറ്റേ മല കയറുമല്ലേ, സമുദ്രനിരപ്പിൽ നിന്ന് മുകളിലേക്ക് കയറുമല്ലേ. ആ വ്യൂ നോക്കില്ലേ, വ്യൂ മോൻ, ആ റോഡും നോക്ക്, വ്യൂ നോക്കില്ലേ. ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലൊക്കെ കിട്ടുള്ളൂ കേട്ടോ. ഇനിയൊക്കെ ലഡാക്ക് വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാനൊക്കെ പറ്റും, വരാതെയൊന്നും ഇരിക്കില്ല. എന്തായാലും പറയാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാം. ഇതൊക്കെ വന്ന് കാണണം, ഒരു ദിവസമെങ്കിലും കാണണം. ഒരു പ്രാവശ്യമെങ്കിലും കാണണം. എക്സൈറ്റ്മെന്റ് ആണോ ഇനിയിപ്പോൾ എന്താണോ എന്നറിയില്ല, എല്ലാം ഓണറി വെക്കുന്നുണ്ട്. എല്ലാവരും നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ. അയ്യോ പോലെ ഇനി ശ്രീനഗർ എത്തിയിട്ടില്ല. ഇനി എത്ര ദൂരമുണ്ട്? 137 കിലോമീറ്റർ ഉണ്ട്. പോളെ വാ.
അടുത്ത 10 കിലോമീറ്ററിന്റെ ടണലാണെന്നാണ് അറിഞ്ഞത്. രാവിലെ ഓൺലൈനിലല്ലേ കണക്ട് ഉണ്ട്. രാവിലെ ടണൽ കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നി? എന്താ ഒരു മല, അതാ ഫുള്ളും മല തുറന്നു വെച്ചിരിക്കുന്നു അല്ലേ, ഒരു വലിയ മല. ഇത് നോക്ക് എത്ര കിലോമീറ്റർ ദൂരമാണ് നീ. ഇപ്പൊ എന്താ ചെയ്യാ? അയ്യോ, ഇതിനുള്ള നെറ്റ്വർക്കും ഉണ്ടോ? കേട്ടിട്ടില്ലേ? ഓ മൈ ഗോഡ്, ഇതിനുള്ള നെറ്റ്വർക്കും ഉണ്ട് ഗൈസ്. ഞങ്ങളിവിടെ എത്തി. ഇതാ ടണല് തീരാറായിട്ടില്ല, ഇത് പകുതി ആയിട്ടുള്ളൂ ഗൈസ്. നോക്ക്, മാപ്പിൽ കാണിക്കുന്നുണ്ട് ടണലിന്റെ ദൂരം. എന്റെ പൊന്നോ, എടാ ടണലിന്റെ പകുതി ആയിട്ടുള്ളൂ നമ്മള്. പക്ഷെ ടണലിന്റെ ഉള്ളിൽ എന്ത് ഇല്ലേ, നെറ്റ്വർക്ക് ഇല്ലേ, അത് പൊളിച്ചു. എനിക്ക് ഇഷ്ടമായി. ഇനിയും ദൂരമുണ്ട്. എന്താണ് കണ്ണെത്താ ദൂരം വരെ ലയിച്ചില്ലേ. ഇതൊക്കെയാണ് മോനെ ടണല്. ഞാനൊരു കാര്യം വേണ്ട, ഇതിപ്പോ ഫോറക്സിന് തരും. ഇപ്പൊ 10 മിനിറ്റ് ഈ വീഡിയോ ഇത് തന്നെയായി. ലെഫ്റ്റിലേക്കുള്ള വളമാണ് ഞാൻ പറഞ്ഞില്ലേ. കണ്ട, അപ്പൊ നമ്മൾ ഒരു 100-110 വരികയാണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഒട്ടിയിട്ടുണ്ടാവും. മാപ്പ് നോക്കി വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. ടണലിൽ എപ്പോഴും നമ്മൾ അങ്ങനെ വരാൻ പാടില്ല. ആരുമില്ലല്ലോ റോഡില്. റൂമിൽ ബ്ലാങ്കറ്റും മീറ്ററൊക്കെ ഉണ്ടാവും. മീറ്റർ മാത്രം ബെഡിൽ ഇതാക്കണം. അറ്റ് ലാസ്റ്റ് നമ്മൾ കശ്മീർ എത്തി ഗൈസ്. കാശ്മീരിലെ ശ്രീനഗറിലാണ് എത്തിയിരിക്കുന്നത്. സോ ഈ 10 മണി സമയത്തും നല്ല തണുപ്പുണ്ട്. അതിനെ ഒന്നും വകവയ്ക്കാതെയാണ് നമ്മൾ ഇത്രയും ദൂരം റൈഡ് ചെയ്ത് വന്നിരിക്കുന്നത്. ഒരേ ഒരു ലക്ഷ്യം. അപ്പോൾ നമ്മുടെ ലഡാക്കിലേക്കുള്ള ദൂരം ഒരു പടി കൂടെ കുറഞ്ഞിരിക്കുകയാണ്. വെരി എക്സൈറ്റഡ്. അപ്പോൾ 10 മണി ആയതുകൊണ്ട് തന്നെ നേരെ റൂമിൽ പോയി കിടന്നുറങ്ങാന്നുള്ള ഒരൊറ്റ വിചാരത്തിലാണ് ഇപ്പോൾ പോകുന്നത്. ഞങ്ങൾ നേരെ റൂമിൽ പോയി കിടന്നുറങ്ങിയിട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.